നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ തല്ലിപ്പൊളിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും, പൊട്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടാവും, പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ അതൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടൊന്നും ഈശോയുടെ അടുത്തേക്ക് പോകാൻ നമുക്ക് തന്നെ നാണം തോന്നുന്നുണ്ടാവും. ചെന്നേക്കണം. നാട്ടുകാർ പലതും പറയും, വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ പലതും പറയും, നമ്മുടെ പാസ്റ്റ് അറിയാവുന്നവർ പലതും പറയും. നമ്മുടെ ഫ്യൂച്ചർ അറിയാവുന്ന ഒരാളെ ഉള്ളല്ലോ, നമ്മുടെ ഫ്യൂച്ചർ കൊടുത്തേക്കുന്ന ഒരാൾ, ഇന്നലെയും ഇന്നും എന്നും ഒരാളായി ഈശോ. ഈശോ പറയുന്നത് നോക്കിയാൽ മതി. ഈശോ പറയുന്നത് ഇത്രയാണ്: ഐ സ്റ്റിൽ ലവ് യു. ഞാനിപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ പാപിയെ നോക്കിയിട്ട് ഈശോ അതാ പറയണേ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പാപിയെ, കേട്ടോണ്ടിരിക്കുന്ന ഈ കുഞ്ഞു പാപിയെ, ഈശോയുടെ കൊച്ചിനെ നോക്കിയിട്ട് ഈശോ അതേ പറയുന്നുള്ളൂ. എന്താണോ പാസ്റ്റ് എന്നുള്ളതല്ല, ഈശോ ഒരു ഫ്യൂച്ചർ ഒരുക്കിയിട്ടുണ്ട്. വേക്കപ്പ്, ഗെറ്റപ്പ്. പഴയതൊക്കെ ഇങ്ങനെ തട്ടിക്കുടഞ്ഞ് കളഞ്ഞിട്ട്, പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് എഴുന്നേക്ക്. ഈ കാൽച്ചോട്ടിൽ വന്ന് നിർത്തിയാളെ ഈശോ നേരെ നിർത്തി കണ്ടു പഠിക്കടാ എന്ന് പറയുന്നുണ്ട്. ഇവള് ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. നിങ്ങളെയും ഈശോ നിർത്തും. എവിടെയൊക്കെ നാണം കിട്ടും അവിടെയൊക്കെ ഈശോ ഉയർത്തെഴുന്നേപ്പിക്കും നിങ്ങളെ. അതിനുള്ള വലിയ കൃപ ലഭിക്കട്ടെ. ഏറ്റവും അടുത്ത ദിവസം ഒന്ന് പോയിട്ടൊന്ന് കുമ്പസാരിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ആത്മപരിശോധന നടത്തി നന്നായിട്ടൊന്ന് പോയി കുമ്പസാരിക്കും. ആ നാർദീൻ തൈലങ്ങ് വരട്ടെ. ലോകത്തിന് മുഴുവൻ ഒരു പ്രകാശം, ഒരു പരിമളമാവട്ടെ. പൗലോസ്ലീഹ പറയുന്നില്ലേ, വിശ്വസിക്കുന്നവരുടെ ഇടയിലും അല്ലാണ്ടുള്ളവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ പരിമളമാണ്. വി ആർ ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. ഈശോ എന്ന് കെട്ടിപ്പിടിച്ചാൽ ആ നാർദീൻ തൈലത്തിന്റെ നറുമണം പിന്നെയും വർദ്ധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈശോയെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന സമയമാണ് കുമ്പസാരം. നന്നായിട്ടൊന്ന് പോയി കുമ്പസാരിക്കുക. കം ബാക്ക് ടു ദ ഹോളിനെസ്. വലിയ വിശുദ്ധിയിലേക്ക് വരിക. ഈശോ അനുഗ്രഹിക്കട്ടെ.